സമത്വത്തിന്റെയും ഐക്യത്തിന്റെയും ഗതകാല സ്മരണകൾ ഉയർത്തി കേരളം തിരുവോണം കൊണ്ടാടുന്നു. ഇവിടെ ഇതാ സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ കൊടിയ അവകാശ ലംഘനത്തിനെതിരെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് ഇവർ. നിൽപ്പ് സമരത്തിന്റെ 61ാം ദിനമാണെന്ന്. സമരത്തിനോടും അതുയർത്തുന്ന ആവശ്യങ്ങളോടും നിസ്സംഗ സമീപനം പുലർത്തുന്ന സർക്കാരിനോടുള്ള തങ്ങളുടെ പ്രതിഷേധം നിരാഹാര നിൽപ്പ് സമരത്തിലൂടെ അറിയിച്ചാണ് ആദിവാസികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നത്. അതിൽ പങ്കാളിയാകാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും പ്രമുഖ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും ഇന്നെത്തി. ആന്റണി ആദിവാസി സമൂഹവുമായിട്ടും ആദിവാസി ഗോത്ര മഹാസഭയുമായും ഉണ്ടാക്കിയ കരാർ പാലിക്കാനുള്ള എല്ലാ അർത്ഥത്തിലുള്ള ബാധ്യതയും ശ്രീമാൻ ഉമ്മൻചാണ്ടിക്കും അദ്ദേഹം നേതൃത്വം നൽകുന്ന UDF ഗവൺമെന്റിനും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സോളിഡാരിറ്റി ഐക്യദാർഢ്യ സംഗമം മനുഷ്യാവകാശ പ്രവർത്തകൻ PRP ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് ഭരണകൂടം നൽകിയ വാഗ്ദാനം പാലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സമരം തന്നെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു പൊള്ളയായ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് നിർത്തുവാൻ ആദിവാസി ഗോത്ര മഹാസഭ തയ്യാറാകാത്തത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പ്രശ്നപരിഹാരം വരെ സമരം തുടരുമെന്ന മുന്നറിയിപ്പാണ് സമരനായിക CK ജാനു നൽകിയത്. മീഡിയ 1 തിരുവനന്തപുരം.